അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി. അപ്പൊ ഈ റൗണ്ടിന്റെ പേരാണ് ഏറ്റവും കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുന്ന കണ്ടസ്റ്റന്റ്. എനിക്ക് കണ്ണല്ല, ഡോക്ടർ പറഞ്ഞത് ക്രിസ്ത്യൻ കൊണ്ട് വരച്ചു വിടണം. അതിന്റെ അച്ഛനാണ് ഏറ്റവും സുന്ദരൻ കണ്ടസ്റ്റന്റ്. അർജുന്റെ പുറകെയാണ് ഇവിടെ പോലൊരു കാട്ടുകോഴി എനിക്ക് മേടിക്കുന്നു. ബിഗ് ബോസ് ആ അർജുനെ ഇവൻ കളിയാക്കുമ്പോ എനിക്ക് അവരോട് പാവം തോന്നും. ഇവൾക്ക് പ്രേമം തോന്നും. പ്രശ്നമുണ്ട്, ഇവൾക്ക് ഒരുപാട് നേരം അവനെ നോയിക്കൊണ്ട് നിൽക്കാൻ പറ്റൂല, കഴുത്തുളുക്കും. പോയി 14 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ ഫാൻസ് ഒക്കെ പോയി. അയ്യേ, ഈ വക സാധനം ഞാൻ മിനിമം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ഞാൻ എന്റെ മുഖത്തേക്കുന്നത് അതാണ് ക്വാളിറ്റി ഇല്ല. ജാൻമണി മതി മതി, എനിക്കതാ ഇഷ്ടം. ഒരു ഇരുമ്പിന്റെ കഷ്ടം തരുമോ? ഒരു ചെല്ലി വന്നു മോഹിനിയാട്ടം സ്റ്റേജ് നമ്പർ 7. ശിവൻ ചേട്ടൻ പുരി ചേച്ചി ഫാൻസ് ക്ലബ് ഉണ്ട്. ഒരു 7 പേരല്ലേ, കാര്യമില്ല. ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ ഉണ്ട്, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ഒരു പരിപാടി ഇത് മനസ്സിൽ നന്മയുള്ള കണ്ടസ്റ്റന്റ് ജാസ്മിൻ. ഇത് വിവാദമാവാൻ സാധ്യതയുള്ള ഉത്തരം. അവിടെ എന്ത് പ്രശ്നം നടന്നാലും ആരുമായിട്ട് തല്ലുകൂടിയാലും അവള് അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും. അവളത് ക്യാരി ചെയ്യില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്കൊരു നന്മ എവിടെയോ ഉള്ളിലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. പതുക്കെ എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഞാനുമല്ല. ചീത്ത വിളിക്കണം നീയെ. എടാ അല്ലാണ്ട് ഒരു സ്ഥലത്തും അയാളെ കാണൂല. എനിക്ക് മനസ്സിലായി ചോദ്യം. നിന്റെ കാര്യമല്ലല്ലോ ചോദിച്ചാൽ ഇപ്പോഴത്തെ കാര്യം. നിനക്ക് ഇത് ഇവളെ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നവള്. അപ്പോൾ ഇത്ര നേരം നമ്മൾ വളവളാന്ന് സംസാരിച്ചത് കൊണ്ട് എന്റെ വായിൽ വെള്ളം പറ്റി. എനിക്ക് പ്രത്യേകിച്ച് ചോദ്യങ്ങളൊന്നുമില്ല. കാരണം ഇവനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അറിയാനുമില്ല. ഇനി ബാക്കി ആൾക്കാർക്ക് വേണ്ടി ചോദിക്കും, ജനങ്ങൾക്ക് വേണ്ടി ചോദിക്കും. ജനങ്ങളുടെ മണ്ടേ കൊണ്ടിടുന്നില്ലേ, അപ്പൊ അവർക്ക് വേണ്ടി ചോദിക്കും. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞത് എനിക്ക് ഇപ്പോഴും മനസ്സിലായി. എനിക്ക് മനസ്സിലായി. ഓക്കെ ഓക്കെ. അപ്പൊ ജനങ്ങൾക്കും സിബിനെ പറ്റിയിട്ട് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഒരു അന്തർധാരം എന്താണെന്ന് എനിക്കറിയണം. എന്നാ മാത്രമാണ് നമ്മള് പിന്നെ ആര് തമ്മില് ഓക്കെ എന്നാ മാത്രമാണ് ഈ ഫ്രണ്ട്ഷിപ്പ് തുടർന്ന് പോണോ വേണ്ടയോ എന്ന് ഞാൻ തീരുമാനിക്കുള്ളൂ. അപ്പോൾ ഉറപ്പിക്കാവോ? അത് ഉറപ്പിക്കാം. അപ്പൊ ഈ റൗണ്ടിന്റെ പേരാണ് മാച്ചിങ് റൗണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം, അതായത് സിബിനും ഞാൻ എന്നോട് സെയിം ക്വസ്റ്റ്യൻ ചോദിക്കും. ഞങ്ങൾ സെയിം ഉത്തരം എഴുതി കഴിഞ്ഞാൽ നോ പ്രോബ്ലം, വി ആർ മാച്ച്. പക്ഷേ സെയിം ഉത്തരം എഴുതിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും അത് നീ വഴിയെ അറിയും. കാരണം അത് എന്നോടും പറഞ്ഞില്ലടാ, ഞാനും ഈ ടാസ്കിലുണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ മറ്റൊരു അവസ്ഥയിലേക്ക് തിരിച്ചെത്തി. ഈ അവസ്ഥയിലേക്ക് ഞാൻ ഇറങ്ങി വന്നത് ഇത് പറഞ്ഞു. ഓക്കെ, അപ്പൊ നീ ചിന്തിക്കുന്നുണ്ടാവും ഇതിനകത്ത് എന്താണെന്ന്. പ്രേക്ഷകരും ഉറ്റുനോക്കി കാത്തിരിക്കുന്ന ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊക്കെ എവിടെ നിങ്ങൾ സംഘടിപ്പിച്ചു ഈ പെട്ടിയൊക്കെ? ഹായ്, പൂജ ചെയ്തുകൊണ്ടാണ് വെളിയിറങ്ങി നടക്കുന്നത്. ഇത് നമ്മുടെ മേക്കപ്പ് ഓക്കെ, നമ്മുടെ മേക്കപ്പ് സാധനങ്ങളാണ് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പൊ ഈ റൗണ്ടിൽ നമ്മൾ മാച്ചിങ് അല്ലാത്ത ഉത്തരമാണ് എഴുതണമെങ്കിൽ നീ എന്താണ് നീ എന്നെ കാണിക്കാൻ പോണെന്ന് ഞാൻ അറിയണ്ടേ? നീയും എന്നെയും മേക്കപ്പ് ചെയ്യും. നിനക്ക് ശീലമുണ്ട്, കുഴപ്പമില്ല. നിന്റെ ലോക്കൽ പ്രോഡക്ട്സ് ഇത് നിന്റെ അല്ലേ? നോക്കണമെന്നല്ലട്ടാ, അതെ ഞാൻ നിന്നെ മേക്കപ്പ് ചെയ്യും, നീ എന്നെയാണ് മേക്കപ്പ് ചെയ്യാ. നീ എന്നെ ചെയ്യത്തില്ലേ? എനിക്ക് ശീലമുണ്ടല്ലോ, നിനക്കല്ലേ ശീലമില്ല. ഇത് ഞാൻ പറഞ്ഞത് ലോക്കൽ മേക്കപ്പ് സാധനങ്ങളാണെങ്കിലോ നിന്റെ ഇന്റർവ്യൂ ഉണ്ടാണ്. ബിഗാൻ വുഡ്സ് ആണെങ്കിൽ ഓക്കെ, സ്റ്റാൻഡേർഡ് ആയിരിക്കും, എനിക്കറിയാം. മതി, നീ കണ്ടിന്യൂ. അത് നീ ചോദിക്ക്, ബാ എഴുതാം നമുക്ക്. ഓക്കെ, അപ്പൊ ഉത്തരം മാച്ച് അല്ലെങ്കിലാണ് ഇത് ചെയ്യേണ്ടത്. ശരി. അയ്യത് ചോദ്യം എന്തുട്ടാ പോണോ? അതെ, ഇത് ബിഗ് ബോസ് അല്ല. ബിഗ് ബോസില് ഏറ്റവും ബുദ്ധിമാനായ കണ്ടസ്റ്റന്റ് ആരാണ് എന്നാണ് ചോദ്യം. ഇപ്പൊ ഉള്ളതിൽ ഏറ്റവും ബുദ്ധിമാനായ അല്ലെങ്കിൽ ബുദ്ധിമതിയായ കണ്ടസ്റ്റന്റ് ആരാണ്? ഓക്കെ, ഞാൻ ഒരു പേര് ഇതിന്റെ എഴുതിയാ മതിയായിരുന്നു. ഈ പേര് ഇത് ഒരുമിച്ച് കാണിക്കണ്ടേ? ഓക്കെ, അപ്പൊ നമ്മള് കാണിക്കാൻ പോവാണ്. 3, 2, 1 ഗോ.
ഞാനല്ല, ഇതൊക്കെ ആർക്കാണ് അറിയണത്? ഓക്കെ ജിൻഡോ ചേട്ടൻ. ഞാൻ ഈ പേര് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ എഴുതുന്നത്. ആദ്യം മറ്റേ ഓട്ടി ഇമ്മളാണ് എഴുതിയത്. ഞാനും. ഓക്കെ, നെക്സ്റ്റ്. ഏറ്റവും കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുന്ന കണ്ടസ്റ്റന്റ്. കുരുട്ട് ബുദ്ധി പ്രയോഗിക്കുന്ന കണ്ടസ്റ്റന്റ് അതാരടാ അത്ര കുരുട്ട് ബുദ്ധി? ഞാൻ എഴുതിയിട്ടുണ്ട്, പക്ഷെ ഇപ്പത്തെ വെച്ച് നോക്കുമ്പോ അത്ര അങ്ങ് ഇല്ല. മുന്നേ ഉണ്ടായിരുന്നു. ഇത് മേക്കപ്പിനുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. എനിക്ക് തോന്നുന്നുണ്ട്. റെഡി 3, 2, 1 ഗോ. ഇതിനെവിടെ ബുദ്ധി? കുരുട്ട് ബുദ്ധി അല്ലേ? ഇടയ്ക്ക് എന്റെ പേര് എഴുതിയാലും ഓക്കെയാണ്. ഫെയിൽ ആയി പോണ ആള് അപ്സരയാ. സായിയുടെ പേര് എഴുതിയത്. എന്താ ചെയ്യണ്ട? അപ്പൊ ഇനി മേക്കപ്പ് ചെയ്യണം. ഞാൻ രണ്ടുപേരും മേക്കപ്പ്. എടാ ഇത് ഞാൻ ഓൾറെഡി മേക്കപ്പ് ഇട്ടിട്ട് ഇരിക്കണേ. ശരി, ഞാൻ തന്നെ ചെയ്യാം. ഇങ്ങനെയൊന്നല്ല, ആദ്യം തുടക്കം തൊട്ടിട്ട് ചെയ്യണത്. ആ, എനിക്കറിയാന്നല്ലേ ചെയ്യാൻ പറ്റൂ. വികൃതം എടാ എന്തോന്നടാ ചുണ്ടിത്തേക്കുന്ന സാധനം ഞാൻ തന്നെ ഉപദ്രവിക്കില്ല, നിനക്ക് അറിയാലോ. എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അത് കുഴപ്പമില്ല, ചെയ്യും. മാച്ച് ചെയ്തോളേ. നന്നായിട്ട് മാച്ച് ചെയ്. ഇട്ടില്ല കമ്മിറ്റിക്കാരാണ് അവിടെ കണ്ട മേക്കപ്പ് സമ്മതിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ കണ്ണീര് എഴുതി ഇത് നിനക്കുണ്ട്. ചുണ്ടിയിൽ എഴുതി നീ കണ്ടിട്ട് നിങ്ങൾ കണ്ടിട്ട് നീ പിന്നെ എന്നെ വെറുതെ വിടുന്നു ഞാൻ വിശ്വസിക്കാനാ. ഇതെന്താണ് നോക്കുന്നത്? ഞാൻ ഉദ്ദേശിച്ച സാധനം വേണം. അങ്ങനെ ഞാൻ കാണിച്ചു തരണ്ടേ. ഒരു സാധനം ചെയ്യാവുള്ളൂ, മറ്റേ വരച്ച് മറ്റേ അലമ്പാക്കാൻ പറ്റൂല. ഇങ്ങോട്ട് നോക്കുന്നേ. അത് ഒരു സ്ഥലല്ലേ പോയിട്ടുള്ളൂ. ഇത് ജസ്റ്റ് ഞാൻ പറയാം 1, 2. ഓക്കെ, കൂടുതൽ പിന്നെ വരച്ച് ഞാൻ തരണോ? ബൈക്ക് ഇടുക. എനിക്ക് കണ്ണിൽ ഇറിറ്റേഷൻ. പിരിക്കും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇട്ടിട്ടില്ല. എന്നെ മാത്രം നീ അലമ്പിച്ച് നശിപ്പിച്ച് നാറാണക്കല്ലടിപ്പിച്ച് എന്താണ് ഒരു വരെ വരയ്ക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യും. കമ്മിറ്റിക്കാരി അടവണം. ഓക്കെ, എനിക്ക് വരയ്ക്കുന്നു. ഫിസിക്കൽ അസോൾട്ട് ബിഗ് ബോസ്. മതി, അത് കഴിഞ്ഞു. നീതി എന്തിനാ ഒരുപാട് നന്നായി പോയോ സാർ? രണ്ട് നമ്മള് ഈവളായിട്ട് എല്ലാരും ഇങ്ങനെ വേണം പിരികം വരയ്ക്കാൻ കേട്ടോ. നമ്മള് മതി, നിക്ക്. എന്താ ഇത്? വേനിക്കുന്നറി. അടുത്ത ചോദ്യം ഞാൻ തെറ്റിക്കും. നീ ചത്ത് എന്താണ്? ഓക്കെ, എടാ ഇത് ഡിസൈൻ ചെയ്യാൻ ഇങ്ങോട്ട് വിളി. ഓക്കെ, അടുത്തത്. എടാ എന്റെ സാധനങ്ങളൊക്കെ പോയി. ഞാൻ കാര്യം പറയട്ടെ, നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് പോവാം. നീയാണ് ആദ്യം കൊള്ളാക്കിയത്. ഞാൻ മര്യാദക്ക് ചെയ്യുന്നു വിചാരിച്ച ടാസ്ക്. നമുക്ക് അടുത്ത പേര് നമുക്ക് പ്ലാൻ ചെയ്ത് എഴുതാം. ബിഗ് ബോസ് അല്ലാതെ ഇവര് പിടിക്കും. പിടിക്കാതിരിക്കും. എനിക്ക് നല്ല ഭംഗിയുണ്ട്. അതാ നീ കൃഷ്ണൻ കൊണ്ട് വരച്ചോടറി. അതെന്റെ അച്ഛനാണ്. ഓക്കെ, അടുത്തത്. ഓക്കെ, ഏറ്റവും അവിടെ കണ്ടിട്ടുണ്ടല്ലോ. നിന്നെ ഞാൻ കണ്ടിട്ടില്ലടാ. ഓക്കെ, ഏറ്റവും സുന്ദരൻ ഓർ സുന്ദരിയായ കണ്ടസ്റ്റന്റ്. സുന്ദരനോ സുന്ദരിയോ? ഏതെങ്കിലും ഒരാളെ. സുന്ദരനോ സുന്ദരി? സുന്ദരൻ. നിന്റെ സുന്ദരൻ എനിക്കറിയാം. റെഡി, കാണിക്കട്ടെ. ഇവളെപ്പോലൊരു കാട്ടുകോഴി. എടാ പാവപ്പെട്ട അഖിലേ, നിനക്കറിഞ്ഞൂടാത്ത എന്തോരം കാര്യങ്ങളുണ്ടെന്ന്. അർജുന്റെ പുറകെയാണ് നിങ്ങൾ ആ വീഡിയോ. അർജുനെ ഇവൻ കളിയാക്കുമ്പോ എനിക്ക് അവരോട് പാവം തോന്നും. ഇവൾക്ക് പ്രേമം തോന്നും. പിന്നെ പ്രേമം. ഇനിയിപ്പോ അർജുൻ വേറെ പ്രശ്നമുണ്ട്. ഇവൾക്ക് ഒരുപാട് നേരം അവനെ നോക്കിക്കൊണ്ട് നിക്കാൻ പറ്റൂല, കഴുത്തുളുക്കും.
അങ്ങനൊന്നും ഇല്ല കേട്ടോ. എടാ, അർജുൻ കേൾക്കുന്നോ? shout ചെയ്യ്. അതെ, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ലെന്ന് പറയും. അർജുനോട് താഴെ പൂജ എന്താ പറഞ്ഞേ? പൂജ എടാ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ മതി, അത് കഴിഞ്ഞു. ഞാൻ ലൈറ്റിൽ കൊണ്ടിടാത് മതി. അത് ആൾക്കാർ വെറുതെ ആവശ്യമില്ലാണ് അനാവശ്യം. ഇല്ല, പ്രേമൊന്നുമില്ല നിനക്ക്. അവന്റെ ആ ഒരു ഇതാണ് പ്രേമ അഖിലിനോട് മാത്രം. എനിക്ക് അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അഖിലിന്റെ അടുത്തുണ്ട്. പിന്നെ അടുത്തില്ലാത്ത അവന്റെ അടുത്ത് അർജുൻ. അതല്ല ഞാൻ പറഞ്ഞ അതില്ല. അതില്ല ഇവിടെ ഇല്ല. എന്റെ ടൈപ്പ് അല്ല അർജുൻ. അർജുൻ പൊക്കം ഞാൻ തന്നെ പറയാമെന്ന്. എനിക്ക് എന്റെ ഹൈറ്റുള്ള ആളാണ് ഇഷ്ടം. എന്റെ അഖിൽ ഞാൻ സെയിം ഹൈറ്റാ. ഇത് പൂജയും വേറൊരു പൂജയും പിന്നൊരു പൂജയും നിന്നാലും അഖിലാവൂല. ഇത് ഹൈറ്റ് ഷേവിംഗ് ആണ് കേട്ടാ. അങ്ങനെ കിട്ടാ ബോഡി ഷേവിംഗ് മാറി ഹൈറ്റ് ഷേവിംഗ്. എവിടെ പോണടാ? അടുത്തത് കുത്തിത്തിരിപ്പിന്റെ രാജാവ് അല്ലെങ്കിൽ റാണിയായ കണ്ടസ്റ്റന്റ്. ഇപ്പൊ അവിടെ ഉള്ള അല്ലെങ്കിൽ എനിക്കറിയായിരുന്നു ആരാണ്. ഇപ്പൊ അവിടെ ഉള്ളതാണോ? ഇപ്പൊ അവിടെ ഉള്ള അവിടെ ആരാ കുത്തിരിക്കാൻ? കുത്തിത്തിരിപ്പ് അത്രയും ബുദ്ധിയുള്ള ആരുമില്ല ഇപ്പൊ അവിടെ. എന്നാലും ഏഷണി പറയുന്ന ഒരാളെ എനിക്കറിയാം. പരദൂഷണം പറഞ്ഞ് അടി ഉണ്ടാക്കിപ്പിക്കുന്ന ഒരാളറിയാം. ആ നോക്കിട്ടില്ല. ഒരു മിനിറ്റ്, ഞാൻ എഴുതിയിട്ടില്ല. പ്രശ്നം ഇവിടെ പ്രശ്നം അവിടെ പ്രശ്നം ഡിസ്ക്വാളിഫൈ അതെന്താ? അറിഞ്ഞൂടാ. നമ്മളിങ്ങനെ ഒരു പാട്ട് പാടിയതല്ലേ എപ്പോ? ഞാനൊരു നമ്മുടെ പ്രോഗ്രാം ആള് പറഞ്ഞു. അത് നീ ഇപ്പൊ ഞാൻ എഴുതിയ പേര് നീ ഒരു പേര് എഴുത്. എനിക്ക് മനസ്സിലായി നോക്കട്ടെ. ഞാൻ എന്തപ്പോ മനസ്സിലാവും. ഇയാള് കണ്ണോണ്ട് കാണിച്ചാലേക്ക് മനസ്സിലാവും മനുഷ്യ. ശരണ്യ എന്തായാലും ഇടാം. അതായത് ശരണ്യയുടെ ഒരു പാട്ടുണ്ടായി. ശരണ്യയുടെ ഒരു പാട്ട്. ശരണ്യയുടെ ഞാൻ പറഞ്ഞു, ശരണ്യ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങുന്നത് വരെ വേണേ നീ പവർ ടീം ഇരുന്നോ, എന്റെ പേയ്മെന്റ് മൊത്തം നിനക്ക് തരാം, നീ പാട്ട് പാടല്ലേ. പ്രശ്നം അവിടെയും പ്രശ്നം ഇവിടെയും പ്രശ്നം. തിന്നാ പ്രശ്നം ഇരുന്നാ പ്രശ്നം. പറയരുത്. ഇനി നിനക്ക് ഇവിടെ ഇങ്ങനെ ഒരു സാധനത്തിന്റെ പേരെന്തായിരുന്നു? ബ്ലഷ്. അത് ഞാൻ ലിപ്സ്റ്റിക് ആയിട്ട് തന്നെ ഇടാറ്. ഇടത്ത് കറുത്ത ഇത് ഇതാണ് ഐബ്രോ ആണ്. ഇതെവിടെയാണ് ഇതിന്റെ സുനോടിച്ചുകള്? അത്ര ആക്കല്ലാതെ ഓടിയും. ജാൻമണി എന്റെ ജാൻമണി, ഇത് കഴിഞ്ഞിട്ട് എനിക്ക് ചോദ്യം ചോദിക്കാണ്. എടാ പ്ലീസ് എടാ എന്റെ കുണുവാവേ. എടാ എന്താണ് മതിടാ. എടാ ഞാൻ വരക്കട്ടെ. എടാ നശിപ്പിക്ക് നീയേ. ഈശ്വരോ, അതിന് നല്ല സുന്ദരമായ കണ്ണെഴുതി അഴകിൽ നിന്നവളെ. എടാ ഇങ്ങനെ പൊക്കി വരയ്ക്കണം, നല്ലൊരു ഭംഗി. ഇതെന്താ തെളിയാത്ത? കമന്റ് നല്ല സാധനം കൊണ്ടൊരു. സത്യം പറയണം, ഞാൻ വരയ്ക്കുന്നതിൽ അഭിനയിക്കുന്നതാണ്, ശരിക്കും വരയ്ക്കുന്നില്ല. ഇല്ല അല്ലേ? കമന്റ് ഒറ്റ സാധനം ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞില്ല പിരികത്തിൽ ഇനിയും ആട്ടുവർക്കുണ്ട്. ജാൻമണി പ്രത്യേകം പറഞ്ഞു ഇതൊക്കെ. ഇങ്ങോട്ട് നോക്കണി. കാണാനില്ല എന്തൊട്ട് വെച്ച് ചെയ്യണേ. അയ്യേ, ഇത് പ്രത്യേകിച്ച് നിന്റെ അത്ര ഭംഗിയില്ല കേട്ടോ. അത് ആണോ? അങ്ങനെ തോന്നിപ്പിച്ചൊരു മതി മതി. നീ എന്താ ചെയ്യാൻ പോണേ? ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതാണ് ഞാൻ ഹലോ, ഞാൻ കംപ്ലീറ്റ് ചെയ്തില്ല. അവനോ എടുത്തു. അവന് നേരത്തെ ഞാൻ ഉപയോഗിച്ച സാധനം തന്നെ വേണമായിരുന്നു. അതവെടുത്തു. ഇതാണ് നേരത്തെ അല്ല അത് ഇത് കണ്ണ് എഴുതുന്നുണ്ട്, അത് പിരികെ എഴുതുന്നുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ, ഞാൻ ഒന്നും പറയില്ല. ഒരു നിനക്ക് എന്നോട് ചെയ്യുമ്പോ കയ്യില്ല അല്ലെ? ഇരുന്നേ ചെയ്യാൻ പറ്റൂ. പറ്റൂല. ഇതൊരു ടാസ്ക് ആണ്. ഇതൊരു ബിഗ് ബോസ് ടാസ്ക് ആണ്. നമ്മൾ സിബിന്റെ മീശ വെച്ചാലും കണ്ടിട്ടില്ലല്ലോ. മേക്കപ്പ് ചെയ്യാനല്ലേ പറഞ്ഞത്?
മീശ വരയ്ക്കാനല്ല അത് മേക്കപ്പ് ആണ്. ഇങ്ങനെയല്ലേ മേക്കപ്പ് ചെയ്യോ? ഇത് മറ്റേ പുഷ്പൻ. വാ നിന്റെ കൃഷി എന്റെ അച്ഛനെ വിളിക്കടാ നീ. ഇത് മുട്ടിക്കണം. മാതാവേ ഒടിഞ്ഞ മിഴുതിലെത്തിക്കവേ. വണ്ടി അടിക്കേണ്ട സാധനമാണ് ഇത്. തേയം പ്രൊഡ്യൂസർ. സൂറക്കാത്ത് പോലെ വരാണ്ട, സുരുട്ടി പൊട്ടി അടിക്ക വേണ്ട. അതെന്താണ് ഞാൻ വിരുമാണ്ടിയാ? അത്രയൊന്നുമില്ല. ഓങ്കി അടിച്ച എനിക്കിപ്പോ കിട്ടും ഓങ്കടി. അത് അതേ കംപ്ലീറ്റ് ചെയ്തില്ലാണത്. മതി മതി, എനിക്കതാ ഇഷ്ടം. ഒരു ഇരുമ്പിന്റെ കഷ്ടം തരുമോ? എനിക്ക് ചെഞ്ഞു വന്ന് നോക്കിട്ട് ഇതിന്റെ പുതിയ ഷർട്ടാണ് കേട്ടോ. ഇതിലെല്ലാം ആക്കി നോക്കിയാ പറഞ്ഞു. അതെ അഞ്ജലി, നീ എന്താണ് നീ 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 ഡോറയുടെ പ്രയാണം വരയ്ക്കുന്ന? ഓക്കെ ഇരി. നിനക്ക് സന്തോഷമായല്ലോടാ പ്രൊഡ്യൂസറെ? അതെ, നമുക്ക് കയ്യിലായത് നമുക്ക് തുടക്കാട്ടോ. എനിക്ക് മനുഷ്യന് തുമ്മാൻ പാടില്ല. എനിക്ക് നല്ല ഭംഗിയുണ്ട്. നീ ആദ്യം തെച്ചു മറന്നുപോയി. തുടക്കട, നീ അത് അവിടെ കാണിക്കും നിന്റെ ട്രിക്ക്. ഓക്കെ, അടുത്തത് ചോദിക്കും നിന്റെ പണ്ടാരടങ്ങിയ ചോദ്യം. പിന്നെ വേറെ എന്തൊക്കെ ചെയ്യാൻ? ഭക്ഷണം കഴിക്കുമ്പോൾ മാത്രം അവിടെ ഉണ്ടെന്ന് മനസ്സിലാകുന്ന കണ്ടസ്റ്റന്റ്. ഇപ്പൊ ഉള്ളതാ? ഭക്ഷണം കഴിക്കുമ്പോ മാത്രം ഇയാൾ ഇവിടെ ഉണ്ടല്ലേ എന്ന് തോന്നുന്ന ഒരു കണ്ടസ്റ്റന്റ്. എനിക്ക് ഉത്തരണ്ട്. ഭക്ഷണം കഴിക്കുമ്പോ മാത്രം അവിടെ ഒരു ബന്ധമില്ലാത്ത. എടാ, അല്ലാണ്ട് ഒരു സ്ഥലത്തും അയാളെ കാണൂല. എനിക്ക് മനസ്സിലായി ചോദ്യം. ആളെ ഞാൻ ആലോചിച്ചെടുക്കട്ടെ. ഇയാള് വലിയ പരിഭാഷ. ഞാൻ ഒരു പേര് എഴുതി. ബാക്കി എന്തായാലും മേക്കപ്പ് എന്നല്ല. റെഡി, കാണിച്ചോ. ഇത് അവൾ ആ വൈകുന്നേരം ആ ഐസ്ക്രീം പാർലറിൽ പോയിരിക്കുന്ന പിന്നെ എന്ത് തേങ്ങ. ഞാൻ ആ സമയത്ത് കിടന്ന് ഉറങ്ങണോണ്ട് അറിയാമല്ലോ ചോദിച്ചാ. ഇപ്പോഴത്തെ നിനക്ക് ഇത് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഇന്നലെ പ്രശ്നം ജാസ്മിനെ ബുദ്ധിന് പിടിച്ചാണ്. റസ്മിൻ ഞാൻ അവിടെ ഇല്ല. അത് നമ്മൾ ഉണ്ടായിരുന്നപ്പോ ഉണ്ടായിരുന്നില്ല, ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ നീ നേരത്തെ ഉപയോഗിച്ച ടൂൾ എനിക്ക് ഉപയോഗിക്കാമല്ലോ. നിങ്ങൾ ആരെങ്കിലും പൂജ ആണായിട്ട് ജനിച്ചാ എങ്ങനെ ഇരിക്കുന്നു വിചാരിച്ചിട്ടുണ്ടോ? ആ സാധനങ്ങൾ മാറ്റിയാ. എടാ, അത് ഒടിച്ചു വന്നാൽ അവൾ ഉപയോഗിക്കാതിരിക്കാൻ. ഇവളെപ്പോലൊരു വേട്ടാവളി എത്തി. ഇതെന്താ ഇതെങ്കിൽ ഇത് സൂര്യക്കാത്ത പോലെ വരണ്ട. അങ്ങനെയല്ല നീ നേരത്തെ പാടിയത്. തങ്കമേ ഉന്നതം. ഇത് തെളിയുന്നില്ല. നിങ്ങളിത് എവിടെ നിന്നാണ് മേടിച്ചത്? ഇത് നിന്റെ സ്വന്തം മേക്കപ്പ് സാധനങ്ങളാണ്. മാൽ ഫംഗ്ഷൻ വെറുതെ അല്ല. എന്താടി ഇതൊക്കെ? അത് പ്രൈമറാ. ഇതെന്താ പെയിന്റേ? പ്രൈമർ? എനിക്കറിയില്ല. അത് മസ്കാര ഇട്ട് ഞാൻ ഇവിടെ തീർന്ന മസ്കാര. ബിഗ് ബോസ്, നമുക്ക് പേയ്മെന്റ് കൊടുക്കണം. മറ്റേ സാധനങ്ങൾ കളഞ്ഞു ബ്രോ. അവള് തേച്ചവള് മുക്കിയത്. എടീ, കൃഷിന്റെ ഫ്രണ്ടാണ് ഞാൻ, എനിക്ക് ഓർമ്മ ഉണ്ടാ. അത് അത്ര ഒടിയും. കുറച്ച് വേറെ മേടിച്ചു തരും ഇവിടെ ബിഹൈൻഡ് വുഡ്സ്. പിന്നെ നായിക ഊർവശി എന്നൊരു അത്ര മതി. നിന്റെ അച്ഛൻ
ഇവിടെ നിന്ന് കണക്ട് ചെയ്യാം. അയ്യോ എന്താണ് വിഷമാണ്ടിയോ എന്താണോ? അയ്യോ ഇവിടുന്ന് ഞാൻ ഇറങ്ങി പോകുമ്പോഴേക്കും എന്റെ ഫാൻസുകൾക്കൊക്കെ വിഷമം കേട്ടോ. സിബിൻ ചേട്ടൻ പുതിയ ചേച്ചി ഫാൻസ് ക്ലബ് ഉണ്ട്. ഒരു 7 പേരല്ലേ, സാരില്ല. അവർക്ക് ഞാൻ ചോക്ലേറ്റ് എല്ലാം മേടിച്ചു കൊടുത്തോളാം. മതി. ഇല്ല, ഞാൻ തീരുമാനിക്കും മതിയാവണമെങ്കിൽ. നീ ജസ്റ്റ് ചെറുതായിട്ട് ഇവിടെ ഒരു ടച്ചിങ്സ് കൂടെ. ആർക്കേത് മനസ്സിലായി ഇതാരെന്ന് വേണ്ട. നിനക്ക് ഞാൻ തരാൻ പോകുന്നത് ബ്രോ തലവേദനിക്കുന്നു, ഒന്ന് നിർത്തിയാലോ? ചോദ്യം അവര് ഞാൻ തെറ്റിച്ചു. ആ ഒരു മിനിറ്റ്. വാടാ. അമ്മ കൃത്യമതാന്ന് നിനക്ക്. ആ ഇതെന്താണിത്? അതൊക്കെ അല്ല, പേഷ്യന്റിന് കഴിക്കുന്ന മരുന്ന് അറിയാനുള്ള അവകാശമുണ്ട്. ഇതേതാ സാധനം? അവകാശം അറിഞ്ഞായിരുന്നു എന്ത് മരുന്നാണ്. നോക്കട്ടെ, ഞാൻ എനിക്കറിയില്ല. അയ്യേ, ഈ വക സാധനം ഞാൻ മിനിമം ക്വാളിറ്റി ഉള്ള സാധനമാണ്. ക്വാളിറ്റി ഉണ്ട്. ഞാൻ എന്റെ മുഖത്തേക്കണം. അയ്യ, അതാണ് ക്വാളിറ്റി ഇല്ല. കേട്ടോ എടീ, ഇത് മേക്കപ്പ് ആണ് പറഞ്ഞത്. ഇത് നീ എന്താ സിമന്റ് തേക്കുന്ന? കഴിഞ്ഞ് ഒരു പ്രോഡക്റ്റ്, സെയിം പ്രോഡക്റ്റ്. അത് പറ്റൂല. വൺ ടൈം. പിന്നെ അതൊന്നുമില്ല കേട്ടാ. കണ്ണി തേക്കലടി കഴുതേ. അതെ, എനിക്ക് ഇങ്ങനെ വിളിക്കരുത് തന്നെ. നീ, ഞാൻ പറഞ്ഞു നീ മേശരി അല്ലാന്ന്. മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവും. നിനക്ക് ഞാൻ പതുക്കെ ചെയ്. എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഞാനുമല്ല. ഇത് ചീത്ത വിളിക്കണം നീയെ. ആ നല്ല സുഖമുണ്ട്. പിന്നെ ഇടിക്കട്ടായിട്ട് മുഖത്ത് നോക്കുന്നല്ലോ. സന്തോഷായ പോയി 14 ദിവസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ ഫാൻസ് ഒക്കെ പോയി. നിന്റെ പരിപാടി കാരണം ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എന്റെ സാമ്രാജ്യം തകർന്നു. സാമ്രാജ്യം 15 പേരുണ്ട്. ഹലോ, എക്സ്ക്യൂസ് മീ. 15 17. ഏറ്റവും ഫേക്ക് ആണെന്ന് തോന്നുന്ന കണ്ടസ്റ്റന്റ്. ഞങ്ങൾക്ക് സെയിം ആൻസർ ആണ്. ഐ എം ഡാം ഷുവർ. കാണിക്കാ ശ്രീരേഖ കണ്ടാ. ചേച്ചി ഏത് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നതെന്ന് ഇപ്പോഴും ബിഗ് ബോസിന് പോലും മനസ്സിലായിട്ടില്ല. അടിക്ക് കണ്ട, ഇത് സെയിം ആൻസർ ആണെന്ന് നമുക്ക് അറിയാമായിരുന്നു. അതാണ് ഞങ്ങളുടെ മനപ്പൊരുത്തം. നിന്റെ അമ്മയുടെ മനപ്പൊരുത്തം. അതെ, ഇതൊന്ന് തുറച്ചു കളയും. ഞാനും തുറച്ചു കളയും. ഇത് മെബലിന്റെ നിന്റെ അല്ല, അതാണ്. മാനിപ്പുലേഷന് അവാർഡ് ഉണ്ടെങ്കിൽ അതിന് എതിരാളികളില്ലാത്ത കണ്ടസ്റ്റന്റ്. അതൊരാളുണ്ടായിരുന്നു, അദ്ദേഹം ഇവിടുന്ന് ഔട്ടായി പോയി. അവിടെ മാനിപ്പുലേഷന് ആരുമില്ല. ഐ ഗസ് സോ. ആരുമില്ല. ആരുമില്ല. അപ്പം അത് വെറുതെ കളയുണ്ടായിരുന്നു, കാരണം നീ ഇത് കുറവാ. ഓക്കെ, അഭിനയത്തിന് ഓസ്കാർ കിട്ടാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റ്. അവിടെ നിന്ന് അഭിനയിക്കുന്ന അല്ലേ? അതിപ്പോ നമ്മള് അത് ആ ചോദ്യം നമ്മളിപ്പോ ഉത്തരം പറഞ്ഞാണല്ലോ. അതും സെയിം ഡിഫലൻ. നോ മണി നോ ഹണി. ശ്രീരേഖ ചേച്ചാ. വൈ എന്നുള്ളത് ചേച്ചി ഇറങ്ങുമ്പോ ചേച്ചി ഈ വീഡിയോ കാണണം. നമ്മൾ അറിഞ്ഞോണ്ട് നിങ്ങളുടെ കൂടെ നിന്നാണല്ല, നിങ്ങൾ നമ്മളെ പറ്റിച്ചു എന്നുള്ള ഒരു ധാരണയിൽ ഇറങ്ങി വരണ്ട. പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് അവിടെ നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അതെനിക്കും കിട്ടി, നല്ല നടൻ. നീ ഇല്ലല്ലോ അവിടേക്ക്. അടുത്തത് മനസ്സിൽ നന്മയുള്ള കണ്ടസ്റ്റന്റ്. ഞാനായിരുന്നു അത്. അവിടെ ഇപ്പൊ ഉള്ള ആൾക്കാരായിരുന്നു. ഉള്ള ആൾക്കാരിൽ നന്മയുള്ള കണ്ടസ്റ്റന്റ്. നന്മയുള്ള ലോകമായതുകൊണ്ടും പെട്ടെന്ന് ഇത് ഈ ഉത്തരം ഇത് വിവാദമാവാൻ സാധ്യതയുള്ള ഉത്തരമാണ്. നീ വേണം വെച്ച് എഴുതിയ ഉത്തരമായിരിക്കും. ജാസ്മിൻ, ഞാൻ ഋഷി. ഇതുപോലെ നന്മയുള്ള ഒരു കുട്ടി ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഇത് ഞാൻ ആദ്യം നിനക്ക് ചെയ്യൂട്ടാ. അല്ല, ഇതെന്താ കാര്യം ഞാൻ പറഞ്ഞത്. ഈ ഉത്തരം ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കും. എക്സ്പ്ലെയിൻ. അവിടെ എന്ത് പ്രശ്നം നടന്നാലും ആരുമായിട്ട് തല്ലുകൂടിയാലും അവള് അടുത്ത ദിവസം തന്നെ അത് ഫിക്സ് ചെയ്യും. അവളത് ക്യാരി ചെയ്യില്ല. അങ്ങനെ എടുക്കാം, അത് ക്യാരി ചെയ്യില്ല എന്ന് വെച്ചാൽ
പിന്നെ എന്നിട്ട് അയാൾക്ക് വയ്യാണ്ടാവുകയോ അയാൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരികയോ ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ കൂടെ പോയിരിക്കും. അങ്ങനെയൊക്കെ നോക്കുമ്പം എനിക്കൊരു നന്മ എവിടെയോ ഉള്ളിലുള്ളതായിട്ട് തോന്നുന്നുണ്ട്. നീ എന്താ ചിരിക്കുന്നേ? ഈ ഫേസിൽ അത് പറയണ കാണുമ്പോ നല്ല രസമുണ്ട്. പക്ഷെ അതിന് മറ്റർത്ഥങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് ജാസ്മിൻ എന്നോട് ഒന്നൊരു ചോദിച്ച ചോദ്യമുണ്ട്, ഞാൻ കാരണമാണോ ചേട്ടാ വിഷമിച്ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞല്ല. അപ്പൊ നമ്മളൊക്കെ വിചാരിക്കുക അവൾ അങ്ങനെ ഒരു എന്താ, ഞാൻ കാരണമാണെങ്കിൽ ചേട്ടാ വിഷമിക്കരുത്, അതാണ്. അതല്ല അവളുടെ ഉദ്ദേശം. ഉദ്ദേശം എന്താണെന്നറിയാവോ? ഞാൻ കാരണമാണോ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? അപ്പൊ ഞാൻ കാരണം അപ്പുറത്ത് അങ്ങനെ അല്ലെങ്കിൽ നാട്ടുകാരിലൊരു അങ്ങനെ സാധനം കൂടെ ഉണ്ട്. ഇവിടെ ഒന്നുണ്ട ഞാൻ കാരണം ഇരിക്കുന്ന ഇരിപ്പ് കണ്ട ആ മോഡാണ് ജാസ്മിൻ. നന്മയുള്ള കുട്ടി ജാസ്മിൻ. ഞാൻ ഋഷിയുടെ പേരാണ് എഴുതിയത്. ഭയങ്കര നന്മയാണ്. നന്മ ഞാൻ എന്താ പറയാ, വേറൊരു സെൻസില് ഋഷി ഭയങ്കര നല്ല ചെക്കനാണ്. ആ ഒരു സാധനം അതാണ് അവൻ. ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചെക്കനാണ്. നന്മയുണ്ട്. പെട്ടെന്ന് ചിന്തിക്കൊന്നുമില്ല. ഇല്ല, അവൻ അപ്പൊ തോന്നുന്ന കാര്യം ഇത് മേക്കപ്പ് സ്കിപ്പ് ചെയ്ത് ഇത് എവിടെ വരയ്ക്കാനാണ്? 4-3-7-5 സ്ഥലമുണ്ട്. ഇവൻ ഈ ടിഷ്യൂ വെച്ചിട്ട് തുടക്കി. അയ്യോ ഇതെന്താ? ലിപ്സ്റ്റിക്ക് ചുണ്ടിലിടാവും. ലിപ്സ്റ്റിക് ഞാൻ തിന്റെ സ്വഭാവത്തില് ഗംഗെ പാടുന്ന സ്ഥലത്ത് ഇടും. ഇത്ര വലിയ ചുണ്ടാണ് അതിന്റെ. ഞാനിതിന് ഉത്തരം നിനക്ക് തരണോ? വേണ്ട, ബാക്കി മാച്ച് കൊള്ളാം. അയ്യോ അതൊന്നും എനിക്ക് വരയ്ക്കാൻ അറിയില്ലേ. ഇത് കാണുമ്പോ എനിക്ക് മറ്റേ പടത്തിൽ എടാ പ്ലീസ് ഞാനെടുത്ത പ്രോഡക്റ്റ് മാത്രം എനിക്ക് ദൈവമേ എടോ എടതൊക്കെ ഇനി യൂസ് ചെയ്യാനുള്ളതോ. എനിക്ക് നിന്നെ 2 രീതിയിൽ എനിക്ക് ഇതിന് ഉപദ്രവിക്കും. ഇത് നിന്റെ ആണെന്ന് അറിഞ്ഞല്ലോ, അപ്പൊ ഇത് തീർന്നു പോകണം. 1 2 നിന്റെ മുഖത്ത് നശിപ്പിച്ച് ദൈവമേ. പിന്നെ നീ അപ്പക്കാലിട്ടിൽ അഭിനയിച്ചിട്ടുണ്ടോ? ഒരു പൊട്ട് അത് മൂക്ക് നോലിക്കും. ഇവിടെ ഒരു പൊട്ട് മൂക്ക് നോലിക്കും. നമുക്ക് ഇങ്ങനെ തുടയ്ക്കാം. നമ്മള് മേക്കപ്പ് ചെയ്യാന്നാണ് ഉദ്ദേശം കേട്ടാ. ഓ ചുങ്കാമങ്ക പ്ലീസ് വേണ്ട. സത്യം പറയാം, എനിക്ക് പ്ലാൻ ഇല്ല. മൈക്ക് വീണാലും കുഴപ്പമില്ല. എന്താണോ ഉദ്ദേശം? പിന്നെ അഖിൽ ഉപേക്ഷിക്കണം ഇങ്ങനെ. അതാണ് മോഹിനിയാട്ടം സ്റ്റേജ് നമ്പർ 7. ഞാൻ അറ്റ്ലീസ്റ്റ് ബ്ലെൻഡ് ചെയ്തെന്ന്. ഞാൻ നിനക്ക് ബ്ലെൻഡ് ചെയ്ത് തരാടി. ഓക്കെ ഓക്കെ സെറ്റ്. ഇത്രേ ഉള്ളൂ. ആ ബ്ലെൻഡിങ് മതി. നന്നായിട്ടില്ലേ ബ്രോ? അത് സൂപ്പർ ആയിട്ടുണ്ട്. കപ്പടിക്കാൻ ചാൻസ് ഉള്ള കണ്ടസ്റ്റന്റ് ആരുമില്ല. എഴുതണം. പക്ഷെ എനിക്ക് ഉത്തരം ഉണ്ടല്ലോ. എനിക്ക് ഉത്തരവില്ലല്ലോ. കപ്പടിക്കാൻ അപ്പൊ അത് തെറ്റുത്തരാവൂല. അല്ല അവിടെ എനിക്ക് പൊട്ടലുണ്ടതാ. കപ്പടിക്കാൻ ചാൻസ് ഉള്ളത്. നീ ആരുമില്ലാന്ന് പറഞ്ഞേ. ഞാൻ ചുമ്മാ ആയിരിക്കാം. എനിക്ക് കപ്പടിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഇവിടെ കപ്പടിച്ച ഈ സീസണിൽ നമ്മൾ പോയി എന്ന് പറയുമ്പോൾ ഒരു അഭിമാനം തോന്നും. അഭിഷേക് സാർ, അത് നിനക്ക് ആഗ്രഹമുള്ളത് അവന് കൊടുക്കൂലടി. അതെന്താ? അവന് ഇറക്കിവിടും. നീ നോക്കിയോ, നീ വെയിറ്റ്. ചെക്കൻ അവർ ഇറക്കിവിടും. ഇറക്കി വിടട്ടെ ചെറുക്കനെ. നമ്മളിവിടെ നോക്കും. അതല്ല ഇനി ബാക്കി നീ ചെയ്തതിന്റെ ശേഷമേ ഞാൻ ചെയ്യുന്നുള്ളൂ. അല്ല വേണ്ട, നീ ആദ്യം ചെയ്യില്ല. നീ ആദ്യം ചെയ്യില്ല. ചുക്കിട്ടിട്ട് അവസാനിപ്പിക്കാണോ? ചുക്കിന്ന് വെച്ചെന്താ? ഇതെന്താണ് കറുപ്പ്? ഇത് നേരത്തെ എടുത്തിട്ടുള്ളതാണ്. ഇത് വേറെ. ഇതിന് വേറെ തോണ്ടണമായിരുന്നല്ലോ ഇപ്പുറത്തുനിന്ന്. ഇത് പറഞ്ഞു തരണമായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ കണ്ടുപിടിക്കണം. എന്റെ കണ്ണിൽ വരയ്ക്കരുത്. കണ്ണിലൊന്നും വരയ്ക്കില്ലടാ, ഉപദ്രവിക്കില്ല. അതിങ്ങനെ ഇതെന്താ സിമെന്റാ? പതുക്കെ ചേടി. ഇപ്പൊ ഓക്കെ നോട്ടെ. ഓ അതേ അളവിൽ ഇപ്പുറത്ത് വരയ്ക്ക. വലിയ ജാൻമണി ദാസ്.
ഞാൻ നന്നായി മേക്കപ്പ് ചെയ്യും, നീ ശരിക്കും നിന്റെ മുഖം ഒന്ന് കണ്ടു നോക്ക് പറയാം, അപ്പൊ നിനക്ക് വിഷമം വരും, നീ എന്റെ മുഖം ഇങ്ങനെ ആക്കിയല്ലോ, ഈ കുട്ടി ഇത്ര നന്നായിട്ട് എന്റെ മുഖം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കഴിഞ്ഞു. താഴെ മാത്രമേ അറിയാൻ പറ്റൂ. കഴിഞ്ഞു. താങ്കളുടെ സമയം അവസാനിച്ചിരിക്കുന്നു. ഒരു ഫിനിഷിങ്ങും എനിക്കതൊരു തോന്നണേ, ഒരു ചെറിയ ഫിനിഷിങ് പറ്റൂല. താഴെ ചെയ്തല്ലോ, ഇരിക്കവിടെ പൂജ. ഗെയിം കറക്റ്റ് സാധ്യമായിട്ട് കളിക്കണം പ്ലീസ്. ഇല്ല ഇല്ല എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇല്ല. ചൂഷണം ചെയ്തത് ഒരു മനുഷ്യന്റെ സ്നേഹത്തെ. നീക്ക് തരാം. നിങ്ങൾ പൂജയുടെ മുടി നീളം കുറഞ്ഞ് കണ്ടിട്ടുണ്ടോ? മുടി ഒന്നും ചെയ്യരുത്. മുടിയൊക്കെ ചെയ്യാം. കഷ്ടത് ചെയ്യാം. മുടിയിൽ എന്ത് ചെയ്യും? ഇതെന്താടി? അയ്യോ അത് സ്ക്രബ്ബറാണ്. അതിട്ട് സ്ക്രബ് ചെയ്താലോ? അത് കഴുകി കളയാളതാ. അത് എടുത്തതാ. അത് വീണ്ടും എടുക്കാം പറ്റില്ല. അങ്ങനെ നിയമമുണ്ടോ? അങ്ങനെ ഇവൻ പറഞ്ഞില്ല എന്റെ അടുത്ത്. സ്നേഹബഹുമാനപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, ഞാൻ നിനക്ക് ബ്ലഷ് ആക്കി തരാം കേട്ടാ. നിന്റെ പേരല്ലേ മറ്റേ സാധനം, നീ ഉദ്ദേശിച്ച സാധനം? ചുണ്ട് ചെയ്തിട്ടില്ല, ഞാൻ സൈഡിൽ ചെയ്തു. ചുണ്ടിൽ ഞാൻ തൊട്ടിട്ടില്ല. ഇനി എനിക്ക് ചുണ്ടിൽ തൊടാനുള്ള അവസരമാണ്. ചുണ്ട് നീ നേരെ വെക്ക്. ലജ്ജാവതിയെ നിന്റെ അമ്മമ്മയുടെ കള്ളക്കടക്കണ്ണിൽ. ഓക്കെ മതി, ഞാൻ വെറുതെ വിട്ടിരിക്കും. അപ്പൊ ടോട്ടല് ഞങ്ങള് 3 ഉത്തരങ്ങൾ ശരിയാക്കി. ബാക്കിയൊക്കെ മിസ്സാക്കാണ്ട് നമ്മള്, ഞാൻ ഇവിടെ പറഞ്ഞ മതിയല്ലോ അല്ലേ, ബാക്കിയൊക്കെ ഞാൻ മിസ്സാക്കാണ്ടും ഞങ്ങള് ഏറ്റെടുത്തിരിക്കുകയാണ്. എന്താ നിനക്ക് പറയാനുള്ളത് ഇന്റർവ്യൂവിനെ പറ്റിയിട്ട്? വളരെ മികച്ച ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇതുപോലൊരു ഇന്റർവ്യൂ ഞാൻ ജീവിതത്തിൽ കൊടുത്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഞാൻ ഇന്റർവ്യൂ എടുക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതേപോലെ ആരും എടുക്കൂല. ഞാൻ ബിഗ് ബോസ് ഇറങ്ങിയിട്ട് ഫസ്റ്റ് ഇന്റർവ്യൂ ആണ്, എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ. ഒരു പരിപാടി വരുമ്പോൾ എന്നെ കൊണ്ടല്ലോ നിനക്കൊക്കെ മനസ്സാക്ഷിയുണ്ടോ? മതി, ഞാൻ പോവാ. ഒരു മനുഷ്യനെ ആദ്യമായിട്ട് ജനം കാണാൻ പോവാണ് പരിപാടിയിൽ നിന്ന് ഇറങ്ങിയിട്ട്. എന്നിട്ട് ഈ ഇല്ല തുടക്കൂലടി ഉണ്ടായിരിക്കുന്നേ, എനിക്കെന്നെ കൈ മറിച്ചൂടെ? അങ്ങനെ വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. ഈ അവസാനത്തെ സെഗ്മെന്റ് ഒഴിച്ച് ബാക്കിയൊക്കെ നല്ലായിരുന്നു. എനിക്ക് എന്റെ മുടിയിലൊക്കെ ആയിട്ടുണ്ട്. ഞാൻ നാളെ വരാം ഗൈസ്. എന്റെ ശരിക്കുള്ള മുഖം എന്റെ ഫാൻസിനെ വിഷമിക്കരുത്. നിന്റെ ഈ ഫാൻസ് 7 പേര് ആരുമില്ലേ? നമുക്ക് ഇൻബോക്സ് ചെയ്ത് മെസ്സേജ് അയക്കാം. വിഷമിക്കരുത് കേട്ടോ. അപ്പോൾ എനിക്ക് എന്താ എന്നെ വിളിച്ചതിനും ബിഹൈൻഡ് വേർഡ്സിനും പൂജയ്ക്കും. പൂജ ആയതുകൊണ്ടാണ് ഞാൻ വന്നത്. ശരിക്കും ഇങ്ങനെ ഇന്റർവ്യൂ ഒന്നും കൊടുക്കരുത് എന്നുള്ളൊരു മൂഡിലിരിക്കുകയായിരുന്നു ഞാൻ. പിന്നെ മെയിൻ ചർച്ച കോൺട്രവേഴ്സി ആണല്ലോ. പക്ഷേ പൂജ ആയതുകൊണ്ടാണ് വന്നത്. സോ ബിഹൈൻഡ് വേർഡ്സിന് താങ്ക് യു. പൂജ എന്നെ വിളിച്ചതിന് താങ്ക് യു പൂജ. താങ്ക് യു സോ മച്ച്. പരിപാടിയായി കഴിഞ്ഞില്ലേ? അതെ, പകുതി പണം കൊണ്ട് വീട് പണിയാം. ബാക്കി പകുതി പണം പലിശരഹിതമായി EMI സ്കീമിൽ 50 മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി.